നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ബെസ്റ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ ആഗ്രഹം അധികമായി അത് പ്രഷറായി മാറുന്നത് കുട്ടികൾക്ക് സ്ട്രെസ്സാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മിക്ക കുട്ടികൾ ഒരിക്കലും പറയില്ല, അമ്മേ ഞാൻ പ്രഷറിലാണ്, അപ്പ ഞാനിപ്പോൾ പ്രഷറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം ആണ് കുറയുന്നത്. കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് മാറ്റി അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു കുഞ്ഞു റിമൈൻഡർ ആണ് ഈ വീഡിയോ. ഞാൻ ഇന്ന് പറയുന്നത് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. ഞാനും അപ്പൂന്റെ കേസിൽ പല സമയം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അപ്പൂനെ പ്രോപ്പറായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അവന്റെ കാര്യത്തിൽ എനിക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടോ എന്നൊക്കെ. കുട്ടികൾ പ്രഷറിലാണ് എന്ന് ഒബിയസ് ആയിട്ട് കുറച്ച് സയൻസ് കാണിക്കും. അതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് നേരത്തെ പോലെയുള്ള ചിരിയില്ല, സൈലന്റ് ആയി പോവുക, സ്കൂളിൽ പോകാൻ മടി കാണിക്കുക, വയറുവേദന എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് പെട്ടെന്ന് കരയുന്നു, ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്നു, ഇനി ഉറക്കക്കുറവ് വരുന്നത്, സ്ലീപ്പ് ഇഷ്യൂസ് വരികയാണെങ്കിൽ താല്പര്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ കുട്ടികൾ സ്ട്രെസ് ആയെന്ന് കാണിക്കുന്ന കുറച്ച് സയൻസ് ആണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രഷർ കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ അറിയാതെ പറയുന്ന കാര്യങ്ങൾ അല്ലെ ചെയ്യുന്ന പ്രവർത്തികൾ കുഞ്ഞുങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെ അറിയാതെ പ്രഷർ കൊടുക്കുന്ന കുറച്ച് കോമൺ വേസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു വലിയ വിഷയമായി നമുക്ക് തോന്നാത്ത കാര്യം കുട്ടികൾക്ക് അതൊരു പ്രഷർ കൊടുക്കുന്ന ബിഗ് ഫാക്ടർ തന്നെ ആയേക്കാം. കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള ഫ്രണ്ട്സ് അല്ലെ റിലേറ്റീവ്സ്, കസിൻസും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യരുത്. രണ്ടാമത്തെന്ന് പറയുന്നത് ടു മച്ച് എക്സ്പെക്ടേഷൻ, 100% വാങ്ങണം, തെറ്റ് ചെയ്യരുത്. ഇതൊക്കെ വരുമ്പോൾ അവരിൽ പേടി ഉണർത്തുകയും അവരുടെ വാല്യൂ മെഷർ ചെയ്യുന്നതിനും തുല്യമായി മാറും. മൂന്നാമത്തെന്ന് പറയുന്നത് ബി പെർഫെക്റ്റ് ഓൾവേസ് ആറ്റിറ്റ്യൂഡ് വെക്കുന്നത്. പെർഫെക്ഷൻ നോക്കുക. കുട്ടികൾ ഇരിക്കുന്നത്, നിൽക്കുന്നത്, പഠിക്കുന്നത്, സ്കൂളിൽ ഇരിക്കുന്ന ടൈമിൽ എല്ലാം പൊളൈറ്റ് ആയിരിക്കണം, എല്ലാം ഗുഡ് മാനേഴ്സ് വേണം ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്ട്രെസ് കൂടുന്നതേ ഉണ്ടാവുള്ളൂ, അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാതാവും. നാലെന്ന് പറയുന്നത് വി ഇഗ്നോർ ദെയർ സ്റ്റൈൽ ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. എവറി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് യൂണീക്ക്. അപ്പം ഓരോ കുട്ടികൾക്ക് പഠിക്കേണ്ട രീതി അല്ലെങ്കിൽ കാലിബർ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അവരെ ഒരുപാട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷട്ട് ഡൗൺ ആവാനാണ് ചാൻസ്. ഇതുപോലുള്ള പ്രഷർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ലോങ് റണ്ണിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അവർക്ക് തന്നെ തോന്നും പഠിക്കുന്ന എന്തിനാണ്, ഇനി പഠിക്കണ്ട, പഠിച്ചാൽ ഒക്കുമോ, കോൺഫിഡൻസ് തന്നെ ആയിരിക്കും അവരിൽ കുറയുന്നത്. പ്രഷർ ചെയ്യാതെ കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാവുന്ന കുറച്ച് രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഫോർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യരുത്, അക്സെപ്റ്റ് മിസ്റ്റേക്സ് കാംലി, ടൈം കൊടുക്കുക, ലിസൺ ചെയ്യുക, അവരെ ട്രേസ് സ്മോൾ വിൻസ് ടു. ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരിൽ കോൺഫിഡൻസ് വരുത്താനും ചിരി വരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി.